ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടൈഗൂൺ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈം ടൈഗൂൺ യൂസ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. നോക്കാം അവരെങ്ങനെയാണ്, അവരെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹായ് ജിജോ, വെൽക്കം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ ഒരു മീൻസ് നമ്മുടെ ഇവിടെ കുറച്ചിങ്ങനെ കുണ്ടും കുഴിയുള്ള റോഡാണ്. സോ ഇത് കൂടെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ഉണ്ട് ഇതിൽ. ഇപ്പം എന്തോ നമ്മൾ ചെറിയൊരു കുഴിയിൽ വീണാലും ഒരു ഇമ്പാക്റ്റ് ഭയങ്കര കുറവാണ്. ആൻഡ് നമ്മൾ ചെറിയ കട്ടർ പോലത്തെ ചെറിയ റോഡുകളിലൂടെ പോകുമ്പോൾ ചെറിയ സൗണ്ടൊക്കെ അവിടെ കേട്ട് കേൾക്കുന്നുണ്ട്. ഡോറിന്റെ സൗണ്ട് ആയിരിക്കും അല്ലേ ഡോറിൽ വരുന്നത്? ഓക്കെ, ഐ തിങ്ക് മേ ബി വി കൻ ഫിക്സ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് സർവീസ്. അതെ, അത് ഞാൻ ആക്ച്വലി ഇവരെ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സർവീസ് സെൻ്ററായിട്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ, അവർ ഐഡൻറ്റിഫൈ ചെയ്തു. കുറച്ച് കസ്റ്റമേഴ്സ് അത് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അവർ ഫിക്സ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോ നമ്മൾ ആക്ച്വലി ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ, വണ്ടീൻ്റെ പവറും എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇപ്പം ഫസ്റ്റ് ഗിയർ, ഓക്കെ, now I change to second gear. Yeah, I think it's good. Now third gear. നന്നായി കുതിച്ച് കയറുന്നുണ്ട്. പിക്കപ്പ് നല്ല ഉണ്ടല്ലേ ഇത്? നല്ല പിക്കപ്പ് ഉണ്ട്. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.5 GT മാനുവലാണ്, GT ആണിത്. ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം എങ്ങനെയാണ്? നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് സ്മൂത്ത് ആണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്തോ നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിൽ പോവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു കുഴിയൊക്കെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ നമുക്കൊരു ഫീൽ ഇല്ല, സഡൻലി ബ്രേക്ക് ആണെന്നോ അങ്ങനെ ഒരു ഫീൽ കിട്ടില്ല. സുഖമാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ നല്ല കംഫർട്ട് ഫീൽ ചെയ്യും. ചെറിയ കട്ടറുകളൊക്കെ ഇങ്ങനെ ചെറിയ കുഴികളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഗട്ടറുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് സ്റ്റിയറിംഗ് ഈസ് വെരി ഗുഡ്. ഇപ്പൊ ഏത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പോകുന്നത് തേർഡ് ഗിയർ. ഇതിൽ തന്നെ ക്രൂസ് ചെയ്ത് പോകുന്നില്ലേ വണ്ടി? നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ഗിയർ അപ്പോൾ സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റിന് സെക്കൻഡിലേക്ക് മാറ്റി തേർഡ് അങ്ങനെ ഒരു ഫീൽ ഇല്ല. തേർഡ് തന്നെ നമുക്ക് നന്നായിട്ട് ലൈക്ക് ഇഫ് എനിക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ തന്നെ തേർഡിൽ ഇടുമ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ തേർഡിലാണ്, പക്ഷെ നല്ല നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ അല്ലേ പെട്ടെന്ന് ഞാൻ നന്നായിട്ടൊന്നും ആക്സിലേറ്റർ തോന്നുന്നില്ല. ചെറിയ രീതിയിൽ പോകണല്ലോ, എന്നാലും നല്ല രീതിയിൽ കുതിക്കേണ്ട വണ്ടി. ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ്? വണ്ടി നല്ല കംഫർട്ട് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ആക്ച്വലി കുറേ നാളായി ഒരു പുതിയ വണ്ടി ഓടിച്ചിട്ട്. സോ ഇത് ഓടിക്കുമ്പോഴും നല്ലൊരു കംഫർട്ട് ഫീൽ ഉണ്ട്. രണ്ടാമത്തെ കേസ് നമ്മളൊരു കുറച്ച് വലിയ വണ്ടിയാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യണില്ല. ആൻഡ് ടോട്ടലി ഇറ്റ്സ് ഗുഡ് ഐ ഫീൽ. ഏകദേശം ഒരു 5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവില്ലേ? 5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. നമ്മൾ പല റോഡ് കൂടെയും പോയി, നല്ല റോഡ് കൂടെയും പോയി, ചെറിയ കുണ്ടുള്ള റോഡ്, കുഴികളുള്ള റോഡുകളും പോയി. ശരിക്കുള്ള ഡ്രൈവ് ലൈക്ക് റോഡില്ലാത്ത ലൈക്ക് നോർമൽ മണ്ണുള്ള റോഡിലൂടെയും പോയിട്ടുണ്ടാകും. സോ 3 റോഡിലും നമുക്ക് നല്ലൊരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലോയിൽ പോവുകയാണെങ്കിലും നല്ലൊരു കംഫർട്ടാണ്. ലൈക്ക് ചെറിയ കുഴികളുണ്ടെങ്കിലും വീഴുമ്പോഴും അത്ര വലിയ ജർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി, ഒരു തേർഡ് ഗിയർ 4th ഗിയർ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി. അപ്പോൾ ഇപ്പോൾ കുതിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോഴ്സ് ഉണ്ട്. ലൈക്ക് നമ്മളൊരു പെട്ടെന്ന് ഒന്ന് വണ്ടി ആ സ്പീഡ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, നല്ലൊരു ഫീച്ചറായിട്ടാണ്, നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇറ്റ്സ് വെരി ഗുഡ്. സ്റ്റിയറിംഗ് നമുക്ക് ഒരു നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഈവൻ ദോ ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും എല്ലാവരും നല്ലൊരു ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആക്ച്വലി ഇത് വെഹിക്കിൾ കുറച്ച് നല്ല വലിയ വെഹിക്കിൾ ആണെങ്കിലും നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ചെറിയൊരു കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. സോ അതൊരു ഡ്രൈവറിന് കംഫർട്ട് ലൈക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ട് സോണാണ്. സോ ഈവൻ ദോ ഇൻറ്റീരിയറിലാണെങ്കിലും നല്ലതാണ്, എക്സ്റ്റീരിയറിലാണെങ്കിലും നല്ലതാണ്. എസ്പെഷ്യലി ഇത് കളർ ആക്ച്വലി ഒരു യുണീക്ക് കളറാണ്, ലൈക്ക് വെരി അട്രാക്റ്റീവ് കളറാണ്.
ഈവൻ ദോ ഇഫ് യു കം, നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ കാറിൻ്റെ ഡ്രൈവിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഈവൻ ദോ സ്റ്റിയറിംഗ് മൂവ്മെൻ്റ് ആണെങ്കിലും ഐ ഫീൽ ഇറ്റ്സ് വെരി കംഫി, attractive, okay, and I think it's a unique also, I feel. Yeah. So total overall I have a very good experience. Maybe I recommended to buy. Okay, that's great.